അക്വേറിയം എന്ന പേരിൽ OTT റിലീസിന് ഒരുങ്ങിയ പിതാവിനും പുത്രനും എന്ന നിരോധിത സിനിമയ്ക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. വാസ്തവവിരുദ്ധവും മനുഷ്യത്വരഹിതവും ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞതുമായ കഥ ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്ക സഭയെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന ചിത്രീകരണം. 2013 ചിത്രീകരണം പൂർത്തിയാക്കി സെൻസർ ബോർഡിൻ്റെ അനുമതിക്കായി സമർപ്പിക്കപ്പെട്ട പിതാവിനും പുത്രനും എന്ന ചിത്രത്തിൻ്റെ ഉള്ളടക്കം മനസ്സിൽ നന്മയുള്ള സകലരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. സെൻസർ ബോർഡ്, കേരള ഘടകവും റിവിഷൻ കമ്മിറ്റിയും അപ്പലേറ്റ് ട്രൈബ്യൂണലും തള്ളിയതോടെ ആ സിനിമ നിരോധിത സിനിമകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ക്രൈസ്തവർക്കും സന്യസ്തർക്കും എതിരായ ദുഷ്പ്രചരണങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ആ സിനിമ ഏതുവിധേനയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ച പിന്നണി പ്രവർത്തകർ തങ്ങളുടെ സ്വാധീന ശക്തി ഉപയോഗിച്ചാണ് വീണ്ടും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയത്. 2020 മറ്റൊരു ചിത്രം എന്ന വ്യാജേന പേരുമാറ്റി വീണ്ടും സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുകയും സെൻസർ ബോർഡ് അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് എന്നാണ് ലഭ്യമായ വിവരം. OTT റിലീസിനോട് അനുബന്ധിച്ച് പത്രങ്ങൾക്ക് നൽകിയ വാർത്തയിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് പേര് മാറ്റിയതോടെയാണ് തങ്ങൾ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്ന് അവർ വ്യാജ അവകാശവാദം ഉന്നയിച്ചിരുന്നു. 2013 ചിത്രം പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിക്കില്ലെന്ന് വ്യക്തമായതോടുകൂടി ഒരു മലയാള വാരികയിൽ സിനിമയുടെ മുഴുവൻ തിരക്കഥയും പിന്നണി പ്രവർത്തകർ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ തിരക്കഥ വായിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ ലക്ഷ്യം വെച്ചത് എന്താണെന്ന് ഏറെ പേർക്കും മനസ്സിലാക്കാനായത്. ലോകമെമ്പാടും എണ്ണമറ്റ സേവന പ്രവർത്തനങ്ങളിൽ നിസ്സാർത്ഥമായി മുഴുകിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ക്രൈസ്തവ സന്യാസിനിമാരുടെ ആത്മാഭിമാനത്തെ നിഷ്കരണം ചോദ്യം ചെയ്യുന്നതായിരുന്നു അതിലെ ആഖ്യാനങ്ങളെന്ന് വ്യക്തമായതോടെ ഒട്ടേറെ പേർ ആ സിനിമയ്ക്കും അതിൻ്റെ തിരക്കഥ പ്രസിദ്ധപ്പെടുത്തിയ വാരികയ്ക്കും എതിരായി രംഗത്ത് വരികയുണ്ടായിരുന്നു. ഈ ചലച്ചിത്രം പുതിയ പേരിൽ വീണ്ടും റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തയ്ക്കൊപ്പം സന്യസ്തരെയും ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിക്കുന്ന വിധത്തിലുള്ള അതിൻ്റെ ട്രെയിലറും പ്രചരിച്ചതോടെ കത്തോലിക്ക സന്യാസിനിമാരുടെ ഓൺലൈൻ കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസ് നിയമപരമായി നീങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. റിട്ട് പെറ്റീഷൻ പരിഗണിച്ച ഹൈക്കോടതി മെയ് 14 OTT റിലീസ് പ്രഖ്യാപിച്ചിരുന്ന അക്വേറിയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും 10 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു.